വയനാട്ടിൽ ഒരു വിദ്യാർത്ഥിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 10 വയസ്സുകാരിക്കാണ് ഷിഗല്ല. ഇതോടെ കോളിയാടി മാർ ബസേലിയോസ് സ്കൂളിൽ ഷിഗല്ല സ്ഥിരീകരിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 9 ഷിഗല്ല വ്യാപനത്തിൽ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. തിരുവനന്തപുരത്ത് 3 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 ഇടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗത്തിന്റെ ഉറവിടം ഇനിയും കണ്ടെത്താനായിട്ടില്ല. വ്യാപനം തടയാനുള്ള പ്രവർത്തനങ്ങൾ ജില്ലയിൽ ഊർജിതമാണ്. ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിച്ച 10 വയസ്സുകാരി അടക്കം ജില്ലയിലെ 9 ഷിഗല്ല രോഗികളും വിദ്യാർത്ഥികളാണ്. ഇവർ കോളിയാടി മാർ ബസേലിയസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളും ആണെന്നുള്ളത് ആശങ്ക ഇരട്ടിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധന പുറത്തു വന്നപ്പോഴും അതിൽ ഷിഗല്ല സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. 500-ലധികം പേർ രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. അതേസമയം തിരുവനന്തപുരത്ത് 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. പുത്തൻതോപ്പ്, ചാക്ക, തോന്നിക്കൽ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് രോഗം. കുട്ടികളുടെ ആരോഗ്യനില ഗുരുതരമല്ല. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 ഇടങ്ങളിലാണ് രോഗം സ്ഥിരീകരിച്ചത്. പരവൂർ, പാലത്തറ മേഖലകളിലെ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ബ്യൂറോയ്ക്കൊപ്പം 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.